SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ വീക്കിൽ ഒലീവ് ബോർഡ് കണ്ടക്ട് ചെയ്ത ലൈവ് മോക്ക് എക്സാമിന്റെ 25 മാത്സ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും. ഒട്ടും ഡിലേ ആകാതെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകും. Chord AB of a circle of radius 13 cm is at a distance of 5 cm from the center. If tangents drawn at points A and B intersect at point P, what is the length of AB? നമുക്ക് സർക്കിൾ വരയ്ക്കാം. സർക്കിളില് AB എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ട്. സെന്റർ O ആണ്. അപ്പൊ സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് കോഡ് ഉള്ളത്. A അതുപോലെ തന്നെ B. അപ്പം എയിലും ബിയിലൂടെയും ഒരു ടാൻജന്റ് പാസ് ചെയ്യുന്നു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് പി. റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 13 സെന്റിമീറ്റർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ പിയുടെ ലെങ്ത് ആണ്. അപ്പൊ നമുക്കറിയാം സെന്ററിൽ നിന്ന് കോഡിലോട്ട് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ ലൈൻ നമുക്ക് ഈ പോയിന്റിന് എം എന്ന് കൊടുക്കാം. അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുപോലെ റേഡിയസും എപ്പോഴും ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ നമുക്ക് എ പിയുടെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് സിമിലർ ട്രയാങ്കിൾസ് കിട്ടും. കൺസിഡർ സിമിലർ ട്രയാങ്കിൾസ് ട്രയാങ്കിൾ OMA. OMA similar to triangle OAP. Okay. Similarity property നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോ കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് പറയാം OM by MA. OM by OA is equal to MA by AP. ഇപ്പൊ OM എന്ന് പറഞ്ഞ ലെങ്ത് 5 ആണ്. OAയുടെ ലെങ്ത് 13 ആണ്. AM അല്ലെങ്കിൽ MAയുടെ ലെങ്ത് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇത് 13ഉം 5ഉം ആണ്. ഹൈപ്പോട്ടന്യൂസ് 13ഉം ആണ്, ബേസ് 5ഉം ആണ്. അപ്പൊ നമുക്ക് ഓൾട്ടിറ്റ്യൂഡ് അറിയാം 12 ആണ്. പൈതഗോറൻ ട്രിപ്ലറ്റ് യൂസ് ചെയ്യുന്നു. അപ്പൊ ആ വാല്യൂ 12 by AP. സോ AP എന്ന് പറയുന്നത് എന്തായിരിക്കും? AP is equal to 13 times 12 by 5 അല്ലെങ്കിൽ 156 by 5 ഉണ്ട്. is equal to 31.2 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. അങ്കിത ഒരു ടെലിവിഷനും അതുപോലെ തന്നെ ഒരു ക്യാമറയും പർച്ചേസ് ചെയ്ത് 12,000 8,000 റുപ്പീസ്. അപ്പം ടെലിവിഷൻ സോൾവ് ചെയ്തത് 10% ലോസിലും ക്യാമറ സോൾവ് ചെയ്തത് 12% പ്രോഫിറ്റ്. വാട്ട് ഈസ് യർ ഓവറോൾ ലോസ് ഓർ പ്രോഫിറ്റ് ആണ് ചോദിച്ചത്. അപ്പൊ ആദ്യമേ ടെലിവിഷന്റെ പ്രോഫിറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 12,000ന്റെ 10% അത് ലോസ് ആണല്ലോ. നമുക്ക് മൈനസ് എന്ന് കൊടുക്കാം. ഈക്വൽ ടു മൈനസ് 1,200. അതുപോലെ തന്നെ ക്യാമറയുടെ പ്രോഫിറ്റ് ആണ്. അപ്പൊ പ്ലസ് 12% കൊടുത്താൽ is equal to plus 960. സോ ഇത് നമ്മുടെ ഡിഫറൻസ് മൈനസ് 240. അതായത് ലോസ് ഓഫ് 240 റുപ്പീസ് ആയിരിക്കും. അതിന്റെ ഓവറോൾ ലോസ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. എയും ബിയും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് എ ബൈ ബി ആണ്. സോ എ ബൈ ബി is equal to 2 cot 48 degree cot 22 degree by 5 tan 68 degree tan 42 degree. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും cot 48 by tan 42 degree എന്താണ്? ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം ഇത് തീറ്റ അഥവാ tan തീറ്റ is equal to cot 90 minus. അപ്പൊ ഇവ തമ്മിലുള്ള സം 48 plus 42 90 ആണ്. അപ്പൊ tan തീറ്റ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? cot തീറ്റ. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. അതുപോലെ തന്നെ tan 68 ഉം cot 22 ഈക്വൽ ആണ്. കാരണം അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 90 ഡിഗ്രി ആണ്. ഇതിന്റെ ബാലൻസ് 2π. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി y ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. അപ്പൊ y ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ 4x ഈക്വൽ ടു 18, x ഈക്വൽ ടു 9/2 അല്ലെങ്കിൽ 4.5. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. tan സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ ആണ് കണ്ടുപിടിക്കുന്നത്. tan സ്ക്വയർ എ ഞാൻ സൈൻ സ്ക്വയർ എ ബൈ cos സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ എന്ന് കൊടുക്കാം. is equal to സൈൻ സ്ക്വയർ എ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 by cos square a minus 1
sin square a 1 minus cos square a by cos square. ഇതിൽ sin square a by cos square a എന്ന് പറഞ്ഞാൽ tan square a ആണ്. 1 minus cos square a എന്ന് പറഞ്ഞാൽ sin square. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. സിറ്റി എ അതുപോലെ തന്നെ സിറ്റി ബി. അപ്പോൾ ഒരു ട്രെയിൻ എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്ന 60 km/h. ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അനദർ ട്രെയിൻ ഇതേ പ്ലേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ബിയിലോട്ട് പോകാൻ വേണ്ടി 80 km/h സെയിം റൂട്ടാണ്. അപ്പോൾ എത്ര അവേഴ്സിന് ശേഷമായിരിക്കും സെക്കൻഡ് ട്രെയിൻ ഫസ്റ്റ് ട്രെയിനെ ക്യാച്ച് ചെയ്യും? അപ്പം 1 hour ഫസ്റ്റ് ട്രെയിൻ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? 60 km/h ആണ്. അപ്പോൾ ഒരു അവറിൽ 60 km ഫസ്റ്റ് ട്രെയിൻ സഞ്ചരിച്ചു. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 ബൈ സ്പീഡ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് സ്പീഡ് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ 60യുടെ 80 ഡിഫറൻസ് 20 ഈക്വൽ ടു 3 ആവും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. എയും ബിയും ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ 12 days എടുക്കും. രണ്ടുപേരും ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 9 ദിവസം അവർ രണ്ടുപേരും വർക്ക് ചെയ്തു. അതിനുശേഷം ബി പോയി റിമൈനിങ് വർക്ക് എ കംപ്ലീറ്റ് ചെയ്തത് 4 days ആണ്. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 12 days എ പ്ലസ് ബി ചെയ്യുന്ന വർക്കാണ് ഇവർ ഇത്രയും ഡേ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത്. നമുക്ക് സിംപ്ലിഫൈ 9a plus 4a എന്ന് പറയുമ്പോൾ 13a plus 9b is equal to 12a plus 12b. a is equal to 3b. അല്ലെങ്കിൽ a is to b എന്ന് പറയുന്നത് 3:1 ആയിരിക്കും അവരുടെ റേഷ്യോ. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ എഫിഷ്യൻസി 4 times 12 is equal to 40. ടൈം ടേക്കൺ ബൈ എ എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്? 3 ഈക്വൽ ടു 60. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എ പി റിലേറ്റഡ് ആണ്. എ പി എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം ആണ് എ പി എന്ന്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രഷൻ ആണ്, ഒരു സീരീസ് ആണ്. അതിലെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ് എടുത്തു. ഇപ്പൊ തമ്മിലുള്ള അതായത് അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലെ, 2 ആണ്. ഇതാണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്പേഴ്സിന്റെ റേഷ്യോസ് സെയിം ആണ്. ഇപ്പൊ പറയുകയാണെങ്കിൽ 2, 4, 8. ഇപ്പൊ ഇവരുടെ റേഷ്യോസ് എടുത്താൽ 4/2 2 ആണ്, 8/4 2 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ജി പി അല്ലെങ്കിൽ ജോമെട്രിക് പ്രോഗ്രഷൻ. അപ്പൊ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്, അതിനർത്ഥം ഇതിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു കോമൺ ഡിഫറൻസ് എടുക്കാം. 4 + 4√2 - 1 - √2. അതായത് 3 + 3√2 ആയിരിക്കും കോമൺ. ഇപ്പൊ കണ്ടുപിടിക്കുന്ന നമ്പർ ഓഫ് ടേംസ് ആണ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം മൈനസ് ലാസ്റ്റ് ടേം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അത് മേളിൽ ചെയ്യുമ്പോൾ 36 + 36√2 വരും. താഴെ 3 + 3√2 + 1. മേളിൽ ഞാൻ 36 കോമൺ എടുത്താൽ 1 + √2 വരും. താഴെ 3 കോമൺ എടുത്താൽ 1 + √2 + 1 വരും. is equal to 1 + √2 1 + √2 ക്യാൻസൽ ആയി. 36/3 എന്ന് പറയുന്നത് 12, 12 + 1 13 ആയിരിക്കും. ഇതിന്റെ ഡി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ഒരു സിംപ്ലിഫിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഭാഗം എടുത്തു കഴിഞ്ഞാൽ 1 - 4/-8 വരും. അത് 1 - 4/-8 എന്ന് പറഞ്ഞാൽ 1 + 1/2 is equal to 3. അതുപോലെ ഇനി മേളിലോട്ട് വന്നാൽ 1 - 1/3/2 എന്ന് പറഞ്ഞാൽ 1 - 2/3 is equal to 1/3. ഇനി 1 - 4/1/3 എന്ന് പറഞ്ഞാൽ 1 - 12. 12/1 അതായത് -11 ആയിരിക്കും കിട്ടുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പെരിമീറ്റർ ഓഫ് two similar triangles are 36 centimeter and 24 centimeter. Find the ratios of the radius. അപ്പോൾ പെരിമീറ്ററിന്റെ റേഷ്യോസ് ആണ്. രണ്ട് സിമിലർ ട്രയാങ്കിൾസ്. അപ്പോൾ 36/24 നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6, 6, 6, 4, 3/2. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 9:4 ആയിരിക്കും ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. An alloy is made by mixing metal A costing 800 per kilogram and B costing 650 per kilogram. In the ratio 9:30. What is the cost in rupees? So 44 kilogram of this. So in the ratio 9:30. Calculation ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോഗ്രാമിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്
800 times 9 plus 650 times 30 by 9 plus 13. Okay, so it is 7,200 plus 0, 2, 8 by 22. So this 15650 by 2. This for 1. So cost for 44 kilogram എന്ന് പറയുമ്പോൾ 15650 by 22 times 40 is equal to 15650. ഇത് 2 ആകും. So 15650 times 2 is equal to 31300. ഓപ്ഷൻ സി ആയിരിക്കും correct. രണ്ട് സർക്കിൾസിന്റെ റേഡിയസ് 7 സെന്റിമീറ്ററും ആണ്, അതുപോലെ തന്നെ 4 സെന്റിമീറ്ററും ആണ്. ഇവിടെ ഡിസ്റ്റൻസുകൾ അതായത് സെന്റേഴ്സ് തമ്മിൽ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ. അപ്പം 7ഉം 4ഉം ആഡ് ചെയ്താൽ തന്നെ അറിയാം 11 സെന്റിമീറ്റർ. അപ്പൊ അതിനേക്കാളും വലുതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചെറിയൊരു ഗ്യാപ്പ് ഈ രണ്ട് സർക്കിൾസിന്റെ ഇടയ്ക്ക് ഉണ്ട്. ഏതാണ് ട്രൂ എന്ന് പറയുന്നത്? അപ്പം ഡയറക്റ്റ് ടാൻജന്റ് ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഇവയ്ക്ക്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. Next question, A, B, C are three positive integers greater than 1 such that A, B, C is equal to 1. അതായത് 2 times 7 times 11 എന്ന് പറയുന്നതാണ് 1. So A plus B plus C എന്ന് പറയുന്നത് 2 plus 7 plus 11 is equal to 20. Option D ആയിരിക്കും correct. Next question, if 3a minus 4b is to 8a minus 7b is equal to 3 is to 4, then what is the value of 6a square plus 4b square is to 15a square minus b square? So നമുക്ക് product of extremes എന്ന് പറയുന്നതാണ് product of b. 3a minus 4b times 4 is equal to 8a minus 7b times bracket open ചെയ്താൽ 12a minus 16b is equal to 24a minus 21b. Rearrange ചെയ്യുമ്പം 12a is equal to 5b അല്ലെങ്കിൽ a by b is equal to 5 by 2. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6a square plus 4b square by 15a square minus b square. 25 into 6, 150 plus 4 times 140. 576 by 25 times 15. 375. 375 minus 140. The numerator 6, 726 by 132. Here simplify ചെയ്യാം. Common factors ഏതെങ്കിലും ഉണ്ടോ നോക്കാം. 11 വെച്ച് simplify ചെയ്യുമ്പം 636 വരും. 11 2s are 22. 66 by 21. Again 3 വെച്ച് ചെയ്യുമ്പോൾ 22 by 7 അല്ലെങ്കിൽ 22 is to 7. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. Sum of interior angles of polygon 1800 degree ആണ്. അപ്പോൾ n minus 2 times 180 is equal to 1800 ആണ്. So n is equal to 10 plus 2 is equal to 12 ആയിരിക്കും നമ്പർ ഓഫ് സൈഡ്സ്. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. x plus 1 by x വന്നിട്ടുണ്ട്, x cube plus 1 by x cube ഉണ്ട്. അപ്പോൾ x plus 1 by x p ആണെങ്കിൽ x square plus 1 by x square equal to p square minus 2 ആയിരിക്കും. x cube by 1 x cube plus 1 by x cube എന്ന് പറഞ്ഞാൽ p cube minus 3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 12 cube minus 3 times 12 cube എന്ന് പറഞ്ഞാൽ 1728 minus 36 is equal to 1692. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്. ഒരു പിരമിഡിന്റെ വോളിയം തന്നിട്ടുണ്ട്, പെരിമീറ്റർ ഓഫ് സ്ക്വയർ ബേസ് തന്നിട്ടുണ്ട്. അപ്പൊ സ്ക്വയറിന്റെ പെരിമീറ്റർ 4 times a ആണ്, 72. സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 18 സെന്റിമീറ്റർ. വോളിയം ഓഫ് എ പിരമിഡ് എന്ന് പറയുന്നത് 540. 1/3 ബേസ് ഏരിയ, അതായത് 18 times 18 times ഹൈറ്റ് ആണ് 540. കാരണം സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ടൈംസ് സൈഡ്. സോ നമ്മൾ കൊടുക്കുമ്പോൾ h is equal to 540 by 6 times 18
equal to 5 centimeter. Option A ആയിരിക്കും. There are two numbers A and B such that A is to be തന്നിട്ടുണ്ട്, ഡിഫറൻസ് തന്നിട്ടുണ്ട്. അതായത് 4 എന്ന് പറയുന്നത് 48 ആണ്. So 1 എന്ന് പറയുന്നത് 12 ആയിരിക്കും. അപ്പം A എന്ന് പറയുന്ന നമ്പർ 13 times 12 is equal to 156. B എന്ന് പറയുന്ന നമ്പർ 17 times 12 is equal to 204. തന്നിരിക്കുന്ന ഇവയുടെ HCF കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ HCF കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 153 പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 times 2 times 3 times 30. 204നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 2 times 2 times 3 times HCF എന്ന് പറഞ്ഞാൽ ഇത് കോമൺ ആയിട്ടുള്ള ഭാഗം 2 times 2 times 3. സോ അതുകൊണ്ട് തന്നെ HCF is equal to 2 times 2 4 times. Option D ആയിരിക്കും. What is the average of the numbers between 45 and 105 which are divisible by the first number എന്ന് പറയുന്നത് 48. ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 96. കാരണം 96 പിന്നെ 12 ആഡ് ചെയ്യുമ്പോൾ 108, അത് 105നേക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ല. ലാസ്റ്റ് നമ്പർ 96. പിന്നെ ഇത് ആവറേജ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, കാരണം ഒരുപാട് നമ്പേഴ്സ് ഇല്ല. ഇപ്പൊ 48 ഉണ്ട്, അതുപോലെ തന്നെ 60, 72, 84, 96. സോ ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 70 ആയിരിക്കും. പി ക്യൂബ് മൈനസ് ക്യൂ ക്യൂബ് തന്നിട്ടുണ്ട്, പി മൈനസ് ക്യൂ തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ട ഇതാണ്. അപ്പൊ പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ ഞാൻ പി സ്ക്വയർ മൈനസ് 2 പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 3 പി ക്യൂ എന്ന് എടുത്താൽ ഇത് പി സ്ക്വയർ പ്ലസ് പി ക്യൂ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഇതാണ് കണ്ടത്. നമുക്കറിയാം പി ക്യൂബ് മൈനസ് ക്യൂ ക്യൂബ്, അതായത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പി സ്ക്വയർ പ്ലസ് പി ക്യൂബ് പ്ലസ് ക്യൂ സ്ക്വയർ എന്ന് പറയുന്നത് 665 ഡിവൈഡ് ബൈ 5 ആയിരിക്കും, ഇസ് ഈക്വൽ ടു 130. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ്. നീലം പർച്ചേസ്ഡ് നെക്ലേസ് കോസ്റ്റിംഗ് റുപ്പീസ് 8,500. 3,000 ഡൗൺ പേയ്മെന്റ് കൊടുത്തു. അപ്പൊ റിമൈനിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8,500ൽ നിന്നും 3,000 കുറച്ചാൽ is equal to 5,500 rupees ആയിരിക്കും ബാക്കി. അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ടിന് 11% പെർ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു. 3 മാസം കഴിഞ്ഞപ്പോൾ എല്ലാ ഡ്യൂസും വീണ്ടും ക്ലിയർ ആക്കി. അങ്ങനെയാണെങ്കിൽ 3 മാസം കഴിയുമ്പോൾ എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കും? അപ്പൊ I is equal to സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. I is equal to 5,500 11 3 മാസം എന്ന് പറയുമ്പോൾ 3/12 ആണ്. ഇയറിലോട്ട് കൺവേർട്ട് ബൈ 100 ക്യാൻസൽ ആയി 3 4 is equal to 605 by 4. 4 ones 4.25. Option C ആയിരിക്കും. നെക്സ്റ്റ് വൺ കോസ് എ തന്നിട്ടുണ്ട്, സൈൻ എയും അതുപോലെ കോട്ട് എയും. കോസ് എ 359. ഈ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് 97 whole square minus 65 whole square, അതായത് റൂട്ട് ഓഫ് 97 പ്ലസ് 65 times 97 minus 65 is equal to 30. എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 162 ന്ന് 30. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 times 81 2 times 60. സോ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 2 times 9 times 2 times 9 times 5 എത്ര വരും? 70. ഓപ്പോസിറ്റ് സൈഡ് പൈതഗോറസ് മെത്തേഡ് 70. കണ്ടുപിടിക്കേണ്ടത് സൈൻ എ പ്ലസ് കോട്ട് എ. സൈൻ എന്ന് പറഞ്ഞാൽ 72 by 97 പ്ലസ് 65 by 7. 72 times 72 72 square 2 square 4 5184 plus 5 7 35 630 by 97 times 2 7 2 14 16
ഇത് ആഡ് ചെയ്യുമ്പം 98411/6984. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. A town has a certain number of males and females. In a year, the population of the town increased by 33.133%, അതായത് 1/3. Next year, it increased by 12.5%, അതായത് 1/8. In the same period, percentage of females increased from 20% to 40% in the first year, and then from 40% to 50% in the second year. What was the percentage change in number of males in this period? 1/3, 1/8. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എളുപ്പത്തിൽ 240 നമുക്ക് LCM ആയിട്ട് എടുക്കാം. 8ന്റെയും 3ന്റെയും 24 ആണ്. സോ ഇത് നമുക്ക് ഒരു പെർസെന്റേജ് വൈസ് ആയതുകൊണ്ട് നമുക്ക് 240 എന്നുള്ളത് ആദ്യത്തെ പോപ്പുലേഷൻ. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി. അല്ലെങ്കിൽ നമ്മൾ പി അല്ലെങ്കിൽ എക്സ് എന്നൊരു വേരിയബിൾ കൊടുത്തിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. അത് കുറച്ചുകൂടെ സമയം കൺസ്യൂം ചെയ്യും. ഇവിടെ ഏതെങ്കിലും നമ്പർ കൺസ്യൂം എടുത്തിട്ട് നമുക്ക് അസ്യൂം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ നമ്പർ അല്ല ചോദിച്ചിരിക്കുന്നത്, പെർസെന്റേജ് ചേഞ്ച് ചോദിച്ചു. 240 എടുത്തു. അപ്പൊ ആദ്യം എന്താ സംഭവിക്കുന്നത്? 1/3 കൂടി. അപ്പൊ +80, 320 ആയി ഫസ്റ്റ് ഇയറിൽ. പിന്നെ 1/8, അപ്പൊ അത് 360 നെക്സ്റ്റ് ഇയർ. പോപ്പുലേഷന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ നെക്സ്റ്റ് പറയുന്നത് പെർസെന്റേജ് ഓഫ് ഫീമെയിൽസ് ഇൻക്രീസ്ഡ് ഫ്രം 20%. അപ്പം ഇതിൽ 20% എന്ന് പറയുന്നത് ഫീമെയിൽസ് ആണ്. അപ്പൊ ബാക്കി 80% എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും. നമുക്ക് വേണ്ടത് മെയിലിന്റെ പെർസെന്റേജ് ചേഞ്ച് ആണല്ലോ, ഫീമെയിൽസ് വേണ്ട. അപ്പൊ 80% ഓഫ് 240 എന്ന് പറയുന്നത് 240 80%, 190. അതാണ് മെയിൽസ്. അപ്പൊ മെയിൽസിന് എന്താ സംഭവിക്കുന്നത്? 20%, 40% ഫീമെയിൽ സംഭവിച്ചു. പിന്നെ 40%, 50%. അപ്പൊ ലാസ്റ്റ് ഇയർ 50% ആണ് ഫീമെയിൽസ്. അപ്പൊ മെയിൽസും എത്ര തന്നെയാണ്? 50% ആണ്. അതായത് 180. അപ്പൊ 192 നിന്ന് 180 ആയി ചേഞ്ച്. അപ്പൊ അതിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പെർസെന്റേജ് ചേഞ്ച് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് എത്രയാണ്? 12/192 ടൈംസ് 100. സിംപ്ലിഫൈ ചെയ്യുമ്പം 16/100, 15/8 അല്ലെ 25/4. 6.25% ആയിരിക്കും പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ്. ഒരു റെക്ടാങ്കുലർ ക്യാമ്പസ് ലോൺ ഉണ്ട്. പിന്നെ സൈഡ് 60, അതുപോലെ തന്നെ 40. 3 സൈഡും ഒരു ലെങ്തും അതുപോലെ തന്നെ ബ്രെഡ്ത്തും 2 ബ്രെഡ്ത്തും അതെല്ലാം ഫെൻസ് ചെയ്യണം. അറ്റ് ദ റേറ്റ് ഓഫ് 120 rupees per ഫെൻസ് ചെയ്യാൻ. ഇത്രയും ഭാഗം ഫെൻസ് ചെയ്യാം. ഫോർത്ത് സൈഡ് ഓൾറെഡി ഒരു ബൗണ്ടറി വാൾ ഉണ്ട്. അപ്പൊ അത് നോക്കാം. റിമൈനിങ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 2,53,200 rupees ആണ്. വിൽ ബി യൂസ് ടു പേ ദ സ്ക്വയർ സ്റ്റാർ പ്ലാസ ഇൻസൈഡ് ദ ലോൺ 75 rupees per square. അങ്ങനെയെങ്കിൽ സ്ക്വയർ പ്ലാസയുടെ ഏരിയ ആണ് ചോദിച്ചത്. അപ്പൊ ഇതിന്റെ പെരിമീറ്റർ നമുക്ക് എത്രയാണ്? ടോട്ടൽ ഫെൻസ് എടുക്കുമ്പോൾ അതിന്റെ പെരിമീറ്റർ ആണല്ലോ. സോ ടോട്ടൽ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 60 + 90, 45 + 45, അതായത് 150 സെന്റിമീറ്റർ, 150 മീറ്റർ. അപ്പൊ അതിന്റെ റേറ്റ് കോസ്റ്റ് ഓഫ് ഫെൻസിങ് എന്ന് പറഞ്ഞാൽ 150 ടൈംസ് 120 rupees ആണല്ലോ പെർ മീറ്റർ, ഇസ് ഈക്വൽ ടു 18,000 rupees. റിമൈനിങ് എമൗണ്ട് എന്ന് പറയുന്നത് ഈ 2,53,200 നിന്ന് 18,000 കുറയ്ക്കുമ്പോൾ 0.005235200. ഏരിയ എന്ന് പറയുന്നത് ഈ എമൗണ്ട് ബൈ എന്തായിരിക്കും? 75. അപ്പൊ ഒരു സ്ക്വയർ മീറ്ററിന് 75 ആണല്ലോ. അപ്പൊ ഇത്രയും റുപ്പീസിനല്ലേ ബാക്കി നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഏരിയ ടൈം 75 ആയിരിക്കും ഇത്ര റുപ്പീസിന് പോകുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ 5 4 20 5 P1 36. Two 35200/70. 35200/75. 75 2 വരുമ്പോൾ 150, 4 വരുമ്പോൾ 300. 3 5 3 17
2 വന്നു 175 7 3 225 6 3136 ഏരിയ എന്ന് പറയുന്നത്. സൈഡ് എന്ന് പറയുമ്പം ഇതിന്റെ റൂട്ട് ഓഫ് 3136. ഇതിന്റെ അകത്ത് 6 അവസാനം വരുന്ന റൂട്ട് അത് 24 ഏതെങ്കിലും 4 ലാസ്റ്റ് വരുന്ന നമ്പർ ആകാം, 6 ലാസ്റ്റ് എന്തായാലും 8 ഉം 2 വരും. പിന്നെ രണ്ട് ചാൻസ് 54 ഉം 56 ആണ്. 55ന്റെ റൂട്ട് നമുക്കറിയാം 3036 ആണ്. അപ്പൊ അതിനേക്കാളും കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 56 മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും. അഭിഷേക് ഗിവ്സ് ഹാഫ് ഓഫ് ഹിസ് ഇൻകം ടു ഹിസ്. അപ്പം ഫുഡിന് സ്പെൻഡ് ചെയ്യുന്നത് 2/9, എഡ്യൂക്കേഷന് സ്പെൻഡ് ചെയ്തത് 1/3 അല്ലെങ്കിൽ 3/9 അല്ലെ. റിമൈനിങ് എന്ന് പറയുന്നത് 5/4 സ്പെൻഡ് ആയി, 4/9 സ്പെൻഡ് ആക്കി. അതാണ് 8400 റുപ്പീസ്. ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ഇൻകം ഓഫ് ഡോട്ടർ എത്രയായിരിക്കും? 4 4 നമ്മളോട് ക്യാൻസൽ ആകുമ്പം 18900. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇൻകം ഓഫ് അഭിഷേക് ആയിരിക്കും. അപ്പൊ അഭിഷേകിന്റെ ഇൻകത്തിന്റെ പകുതിയാണ് മോൾക്ക് കൊടുത്തത്. അപ്പൊ പകുതി എന്ന് പറയുന്നതാണ് 18900. ഫുൾ ഇൻകം എന്ന് പറഞ്ഞാൽ ടൈംസ് 2 is equal to 37800. ഓപ്ഷൻ സി ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഒലിവ് ബോർഡിലെ ഈ വീക്കിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കണക്ട് ചെയ്യുക. താങ്ക് യു.